അപ്പം നമസ്കാരമുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു മത്തിയല്ല മാന്തൾ ചുട്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് കുറേ വർഷങ്ങൾക്ക് പുറകിലേക്ക് ഒന്ന് പോയാലോ എന്ന്. ഇങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെയെന്ന് വെച്ചാൽ മാന്തൾ ചുട്ടിട്ട് കഞ്ഞി കുടിക്കുക. പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയൊക്കെയോ കഴിക്കണം, അല്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ ഒരു ടെൻഡൻസി നമുക്ക് വരാറുണ്ട് അല്ലേ. അതിലൊന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇന്നൊരു നല്ലൊരു ഇടിച്ചക്ക തോരനും മാന്തൾ ചുട്ടതും നല്ലൊരു ചമ്മന്തിയാണ് വേണ്ടത്. പക്ഷെ ചമ്മന്തി അടിക്കാൻ എനിക്കൊന്ന് വയ്യ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു അച്ചാറും കൂടി സൈഡിൽ ഒപ്പിച്ചിട്ട് കഞ്ഞി കുടിക്കാനുള്ള ശ്രമമാണ് കേട്ടോ. എന്തായാലും അതിൻ്റെ കൂടുതൽ പപ്പടം ചുട്ടതും കൂടി ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് സേഫായിരിക്കണ്ടേ. കുറച്ച് മോശമാണ്, വീഡിയോയിൽ കാണുമ്പോൾ അത്ര തോന്നില്ലെങ്കിലും നല്ല ടയേർഡാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇടിച്ചൊക്കെ ഇങ്ങനെ മിറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായി ഇടിച്ചൊക്കെ തോരൻ വെക്കണം എന്ന് വിചാരിക്കണം. ഓരോ സാഹചര്യം കൊണ്ട് അങ്ങനെ ദിവസങ്ങൾ നീങ്ങി പോയി. ഇടിച്ചൊക്കെ അത്യാവശ്യം മൂത്ത് തുടങ്ങി. എന്നാലും നമുക്ക് ചെറുതൊന്ന് കിട്ടിയപ്പോൾ നല്ലൊരു തോരനുണ്ടാക്കിയിട്ട് കഞ്ഞിയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എല്ലാവരും സേഫായിട്ടിരിക്കുക. പനിയല്ല, കൂടുതലും ചുമയാണ്. ചുമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലാത്ത ചുമ. കുട്ടിക്കുരങ്ങൻ്റെ എന്തിയാണ് രാത്രി ബെഡ് കാണുന്നതേ അലർജിയാണ്. ബെഡ് കാണുമ്പോഴേക്കും നമ്മൾ ചാടി കുരയ്ക്കുക. ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ചുമ. എല്ലാവരും മാക്സിമം സേഫായിട്ട്, അതായത് നമ്മൾ തണുത്തതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചൂടാണ്, വേനലാണ്, എന്നാലും നമ്മൾ തണുത്തൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. നല്ല മുന്തിരി ജ്യൂസ് കൊണ്ട് കഴിച്ചപ്പോൾ നല്ലപോലെ ചുമേണ്ട് വന്നു. അവിടെ നിന്നാണ് തുടങ്ങിയതാണ്. അപ്പോൾ പറഞ്ഞു വന്ന പോലെ നമ്മൾ തേങ്ങയും ജീരകവും മരുമുളകും കരുവേപ്പിൻ്റെ ഇലയും എല്ലാം ഒതുക്കാനുള്ള ശ്രമമാണ്. ഇടിച്ചൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അരിഞ്ഞ് വേവിച്ചു, ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടും വേവിച്ചു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അതിനെ ചൂടോടുകൂടി മാറ്റി ആറാൻ വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അമ്മിക്കല്ലിലോ ഇടികല്ലിലോ ഒന്ന് ഇടിച്ചിങ്ങനെ എടുക്കുക കേട്ടോ. തോലൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്നാവും, ഈസി റെസിപ്പിയാണ്. പിന്നെ ഇപ്പം എന്താ, അരികളുടെ അരവും കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം മിക്സീൻ്റെ ജാറിൽ 2 കറക്കം. എത്ര പെട്ടെന്നല്ലേ ഓരോ കറികളും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നത്. അമ്മിക്കല്ലുണ്ടെങ്കിൽ സൂപ്പർ കേട്ടോ. ഞാൻ അമ്മിക്കല്ലിലാണ് ഒതുക്കിയത്. എനിക്ക് വയ്യാത്ത കാരണം അത് ഞാൻ കാണിച്ചില്ല. അപ്പം അങ്ങനെ തോരൻ റെഡി ആയിട്ടോ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ മാന്തൾ ഞാൻ ഒന്നേ ചുട്ടുള്ളൂ കേട്ടോ. കാരണം ഇതൊന്നും ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പം അമ്മയ്ക്ക് എന്താ പറയുക, തലയിൽ ഞെട്ട് ലൂസായിക്കാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ 2026 ഇങ്ങനത്തെ ഒന്നും ചിലപ്പോൾ കുട്ടികളൊന്നും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മാത്രം ഞാൻ ഒരു മാന്തൾ ചുട്ടിട്ട് കഞ്ഞി റെഡിയാക്കി കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാനിങ്ങനെ ചുട്ടിട്ട് കഴിച്ചിട്ടുണ്ട്. പപ്പടം ചുട്ടതും മാന്തൾ ചുട്ടാക്കി. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിലവർ എന്നെ കളിയാക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ എൻ്റെ ഒരു പൂതി, ഒരാഗ്രഹം, അപ്പോൾ അത് ഞാനിവിടെ നിറവേറ്റി. അങ്ങനെ അടിപൊളിയായിട്ട് ചൂട് കഞ്ഞിയൊക്കെ കൂട്ടിച്ച് സെറ്റായിട്ടിരിക്കട്ടെ. ചുമയുടെ പാട്ടിൽ പോകാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരാം കേട്ടോ. ഓക്കെ, ബൈ.